നമ്മുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെയാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പലർക്കും പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മറ്റു വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് ഈ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിലുണ്ടാകുന്ന ചേഞ്ചസുകൾ ഉണ്ടാകും. അതായത് നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ മാനസിക സംഘർഷങ്ങളായിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ, ചിന്തകളാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. കർമ്മ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഈ കർമ്മ എന്നൊക്കെ പറയുന്നത്, ഈ കർമ്മയുടെ ഒക്കെ വരുന്ന ഈ കർമ്മ കോൺഷ്യസ്നസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ടൂൾസും ടെക്നിക്കും പ്രോസസ്സുമാണ് ആക്സസ് കോൺഷ്യസ്നസ്. അതായത് നമ്മൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുക, നമ്മളെ തന്നെ സ്വയം വിശ്വസിപ്പിക്കാനാണ് ആക്സസ് പഠിപ്പിക്കുന്നത്. ഇത് നല്ലതാണോ, അനുകൂലമാണോ, പ്രതികൂലമാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റിയാലോ, അല്ല ഇന്ന ആളുമായിട്ട് മുന്നോട്ട് പോയാൽ നല്ലതാണോ എന്നൊക്കെ നമ്മുടെ ബോഡി നമുക്ക് അനലൈസ് ചെയ്തു. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ എനിക്ക് വരണേ, പണമായിക്കോട്ടെ, പ്രശസ്തി ആയിക്കോട്ടെ, അംഗീകാരമായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒരേ താളത്തിൽ വരണം. അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റണം. അവരവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവിടെ മനസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇഷ്യൂസിനെയൊക്കെ വളരെ വേഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് മാറ്റാൻ പറ്റും. സർ നമസ്കാരം. നമസ്കാരം സർ, ഇത് കേൾക്കുന്നവർക്ക് സംശയം തോന്നാം, ഇതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? അതായത് ആക്സസ് കോൺഷ്യസ്നസിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി നമ്മുടെ ഡോക്ടർ ജെഫ്രി എൽ ഫ്രാനിൻ എന്ന് പറഞ്ഞ ലോകത്തിലെ നമ്പർ 1 ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ഇത് ആക്സസ് കോൺഷ്യസ്നസിൻ്റെ ഇത് റിവ്യൂ റിപ്പോർട്ട് നടത്തിയതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഉദാഹരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ആക്സസിൻ്റെ ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പും ആഫ്റ്റർ 45 മിനിറ്റിന് ശേഷമുള്ള ഒരു റിവ്യൂ റിപ്പോർട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് വീഡിയോസ് ആയിട്ട് വരെ കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഫാസ്റ്ററ്റായിട്ട് ഒരു മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ ചേഞ്ചസ് വരുത്താൻ ഇത്രയും വലിയൊരു ടെക്നിക്ക് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെതർലാൻഡിലുള്ള ഡോക്ടർ ആസ്റ്റിഫ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, അതായത് ഫിസിഷ്യനാണ് അദ്ദേഹം നടത്തിയ റിവ്യൂ പ്രകാരം, അദ്ദേഹം നടത്തിയ റിവ്യൂവിലാണ് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയുള്ള തലച്ചോറിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയും നമ്മുടെ ഹൃദയത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയും ഒരേ താളത്തിൽ ഒരേ സംക്രമത്തിൽ പോകുമ്പോഴാണ് ആ വ്യക്തിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അയാളുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ചസ് ഉണ്ടാകുന്നു, അയാളിൽ വിശ്വാസം വരുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ആക്സസ് പറയുന്നത്, നമ്മൾ നമ്മുടെ സ്വയം ശക്തിയെ, നമ്മുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെയാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ കസ്തൂരിയുടെ മനം അന്വേഷിച്ചു പോകുന്ന പോലെ. പലർക്കും പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മറ്റു വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് ഈ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രദ്ധിച്ചു, നമ്മൾ ഏത് കാര്യം ചെയ്താണെങ്കിലും മറ്റൊരാളുടെ ആഗ്രഹം സാധിക്കാനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ റിവ്യൂ റിപ്പോർട്ടിനകത്ത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിലെ താളവും നമ്മുടെ തലച്ചോറിലെ താളവും ഒരേ സംക്രമത്തിൽ പോകുമ്പോൾ തന്നെ നമ്മളിലുണ്ടാകുന്ന ചേഞ്ചസുകൾ ഉണ്ടാകും. അതായത് നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ മാനസിക സംഘർഷങ്ങളായിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ, നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ തലയിൽ തന്നെയാണ്. ചിന്തകളാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. ഈ ചിന്തകളിലൂടെയാണ് ഒരു വ്യക്തിയുടെ കരിയർ പോകുന്നതും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും റിലേഷൻഷിപ്പുകളും എല്ലാം ഉണ്ടാകുന്നത് ഇതിലൂടെയാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ ഉദാഹരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് അല്ലേ, ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് കൂടെ ഡേറ്റാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഡിലീറ്റ് ചെയ്യും അല്ല, ഡിലീറ്റഡ് ബട്ടൺ ഉണ്ട്. നമ്മുടെ മനസ്സിൽ വരുന്ന സാധനങ്ങളെ ഡിലീറ്റ് ചെയ്യാൻ ബട്ടൺ ഉണ്ടോ? നമുക്ക് ഇല്ല. പക്ഷേ ആ ബട്ടൺസുകളാണ്, അതായത് പണത്തെക്കുറിച്ചുള്ളത്, കരിയറിനെ കുറിച്ചുള്ളത്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളത്, ഇതിനെല്ലാം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്സ് നമ്മുടെ തലയിലുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് ട്രോമാസ്, ഇതൊക്കെ നമ്മുടെ കൊണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇപ്പം അതായത് ഇതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എല്ലാ പ്രേക്ഷകരോടാണ് പറയുന്നത്, നിങ്ങൾ അതൊന്ന് മേടിച്ച് വായിക്കണം. അപ്പം നമ്മൾ ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ് ചിലർ ഈ കർമ്മ എന്നൊക്കെ പറയുന്നത്, ഈ കർമ്മയുടെ ഒക്കെ വരുന്ന ഈ കർമ്മ കോൺഷ്യസ്നസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ അതല്ല, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരാത്മാവോ എന്തെങ്കിലും ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ ആത്മാവ് പണ്ട് ഏതോ ശരീരത്തിൽ നിന്ന് ചെയ്ത തെറ്റുകൾക്ക് നമ്മളെന്തിനു ഉത്തരം പറയണം? വേണ്ടേ? അപ്പം ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്ത കുറ്റത്തിന് എന്തിന് ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ നമ്മൾ അതിനുവേണ്ടി ത്യാഗം സഹിക്കണം?
സോ വി ഹാവ് ആൻ ഓപ്ഷൻ. നമുക്കതിനു വേണ്ടി ആക്സസ് കോൺഷ്യസിൽ തന്നെ ആ പാസ്റ്റ് ലൈഫ് ട്രോമാസിനെ മാറ്റുവാനായിട്ട് വിത്തിൻ 3 days കൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പോകുമ്പം ആ വ്യക്തിയിൽ 3 ദിവസം കൊണ്ട് തന്നെ ചേഞ്ചസ് ഉണ്ടാകും. എന്തൊക്കെ ട്രോമാസ് ഉണ്ടെന്ന് ഇതുവഴി കണ്ടെത്താൻ പറ്റും? നമ്മൾ ട്രോമാസിനെ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, നമ്മൾ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഊർജ്ജ തരങ്ങളെയും നമുക്ക് മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ടൂൾസും ടെക്നിക്കും പ്രോസസ്സുമാണ് ആക്സസ് കോൺഷ്യസ്നസ്. അതിനകത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സുകളുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചസ് നമുക്കുണ്ടാകും. നമ്മുടെ ലൈഫിലുള്ള എന്ത് ട്രോമാസ് ഇത് മാറ്റാൻ പറ്റും? എനിക്കാണെങ്കിൽ ഈ വോയിസ് മെയിൽ കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് അവർ കേട്ടിട്ട് ഞാൻ ചോദിക്കും എന്താണ് അവർ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ മാറ്റാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അതല്ല, അത് നമ്മുടെ അൺവാണ്ടഡ് തോട്ട്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുക. അതായത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മളെ തന്നെ സ്വയം വിശ്വസിപ്പിക്കാനാണ് ആക്സസ് പഠിപ്പിക്കുന്നത്. ഞാൻ എന്താണ്, എൻ്റെ ശക്തി എന്താണ്, എൻ്റെ വൈഭവം എന്താണ്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തും നേടാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബിസിനസ് ഡൗൺ ആയി നിന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, എൻ്റെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് ഡിഫറൻറ്റ് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരെ നമ്മുടെ അതായത് മറ്റ് രാജ്യങ്ങളിൽ വരെ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ മലയാളികൾ പോലും നമ്മുടെ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഫോറിനേഴ്സ് കഴിഞ്ഞാൽ കൂടുതലും ഫോറിനുള്ള മലയാളികളാണ് കൂടുതലും വരുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമേ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ കുറവുള്ളൂ. ബാക്കി ഔട്ട്സൈഡ് കൺട്രീസിലെല്ലാം ഫീസ് സ്ട്രക്ചർ ഭയങ്കര ഹൈ ആണ്. അപ്പം അവിടെയുള്ള മലയാളികളൊക്കെ നമ്മൾക്ക് ഇവിടെ വന്നാണ് നമ്മുടെ അടുക്ക വന്ന് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഈ ആക്സസ് ബാറിനെ പറ്റിയൊക്കെ പഠിക്കുന്നത് നല്ലതാണോ? നമ്മുടെ ബിസിനസ്സിൽ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആകും? ഉഗ്ര ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് നല്ലതാണോ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റിയാലോ, വേറൊരാളുടെ അടുക്ക ചോദിക്കാതെ. ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് റിയാക്ട് ചെയ്ത് തരും. നമ്മുടെ ശരീരം നമ്മളോട് പറഞ്ഞു തരും, ഞാൻ ഇതിന് പോകണോ വേണ്ടയോ, ഇതിന് പോയാൽ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയായിട്ട് ബിസിനസ് ചെയ്താൽ നല്ലതാണോ, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ട് മുന്നോട്ട് പോയാൽ നല്ലതാണോ എന്നൊക്കെ നമ്മുടെ ബോഡി നമുക്ക് അനലൈസ് ചെയ്ത് തരും. ശരീരം തന്നെ നമുക്ക് കാണിച്ചു തരും. അതിൻ്റെ ടെക്നിക്കുകളുണ്ട് നമുക്ക്. ഇത് അല്ലാണ്ട് ജ്യോത്സ്യന്മാരൊക്കെ പറയാനുണ്ട് ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബിസിനസ് ഒന്നും തുടങ്ങുന്നത് ശരിയല്ല എന്നൊക്കെ പറയാനുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? അല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്നിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. അതായത് അതാണ് നമ്മൾ ആക്സസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം, ഈ സമൃദ്ധമായി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്കെല്ലാം സാധ്യമാണ്. ഒന്നുമില്ല. പ്രപഞ്ചം നമുക്കെല്ലാം തരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ചോദിക്കാൻ അറിയാൻ മേല. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നത് കണ്ടിട്ടില്ലേ? ശരിയല്ലേ? അപ്പം ഇപ്പോൾ സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി, എനിക്ക് പിന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയുന്നത്. അതായത് സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ എനിക്ക് വരണേ എന്ന് പറഞ്ഞ ആൾക്കാർ പലരും പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെല്ലാം പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? എനിക്കിപ്പോൾ അതില്ലെന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് എനിക്ക് കിട്ടി എന്നുള്ളൊരു തോട്ടിൽ വേണം. അത് തന്നെ, തോട്ടിലല്ല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് കിട്ടാനെങ്കിലും, അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ നമുക്ക് ഒരു പണമായിക്കോട്ടെ, പ്രശസ്തി ആയിക്കോട്ടെ, അംഗീകാരമായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒരേ താളത്തിൽ വരണം. എന്ന് വെച്ചാൽ നമ്മളതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റണം. നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു, പാത്രം അവിടെ വെച്ചു, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാറ്? കഴുകി വെക്കും. പിറ്റേ ദിവസം ആ കഴുകി വെച്ച പാത്രത്തിലാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ ആ കഴുകി വെക്കാതെ കഴിച്ചാൽ എന്താ കുഴപ്പം? അതായത് മറ്റ് ബാക്ടീരിയാസും എല്ലാം വരും അല്ലേ? അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനെയെല്ലാം സ്വീകരിക്കാൻ സന്നദ്ധനാണ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആത്മാവിനെയും ക്ലിയർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് എന്ത് വേണേലും നിക്ഷേപിക്കാം. അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കും. പലർക്കും പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ മാലിന്യമായി കിടക്കുന്ന മനസ്സിനെ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നതിന് പുറകെ പോകുമ്പോഴത്തേനും നമുക്ക് എന്ത് പറ്റില്ല? നമ്മൾ ആഗ്രഹിച്ചൊന്നും നമുക്ക് സാധിക്കാൻ പറ്റില്ല. അതാണ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പലർക്കും പലതും മിസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഇതിനകത്തെ കാര്യം.
സർ ഇപ്പോൾ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും ഇതൊക്കെ നല്ലതല്ലേ? പിന്നെ അതേ കണക്ക് ബിസിനസ്മാൻമാർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഇപ്പൊ പൊതുവെ നോക്കിയാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര എന്താ ഒരു സ്ട്രെസ് പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കൂടുതൽ. അപ്പം ഒരു കാംനെസ് ഒക്കെ കിട്ടാനായിട്ട് ആക്സസ് ബാർ നല്ലതല്ലേ? തീർച്ചയായിട്ടും. അതിന് ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോലും ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് 2 പ്രോസസ്സാണുള്ളത്. അതായത് നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, 58 പേജിലെ നോട്ട്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രോസസ്സും ഉണ്ട്. നമ്മൾ ഈവൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞാൽ പോലും തന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും എല്ലാം നല്ലൊരു ശാന്തമായ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഭയങ്കര സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. ഉദാഹരണം ഇപ്പോൾ ഏറ്റവും വലുതെന്ന് വെച്ചാൽ AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജോലി പോവുമോ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ജോലി പോകുന്നൊരു കാഴ്ചപ്പാട് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അടിസ്ഥാനം തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ വരുന്ന സമയം ഓർക്കുന്നുണ്ടായിരുന്നു അല്ലെ? കമ്പ്യൂട്ടർ വരുന്ന സമയത്ത്, അപ്പോൾ ഈ കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സമരങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഒരുപാട് മാൻ പവർ കുറയുമെന്നൊക്കെ പറഞ്ഞു അല്ലേ? വല്ലതും സംഭവിച്ചോ? അപ്പോൾ അതായത് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ പലരുടെയും ജോലി നഷ്ടപ്പെടുമെന്ന് വന്നപ്പം IT ഫീൽഡ് വന്നു. ഓക്കെ, അത് ഓപ്പർച്യൂണിറ്റി കൂടുക ചെയ്തത്. ഇനി അതുമല്ല, അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേബിളുള്ള ഫോണാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതിനുശേഷം എന്ത് വന്നു? അതിനുശേഷം വന്നപ്പോൾ നമ്മുടെ കോഡ്ലെസ് ഫോൺ വന്നു. ദെൻ അതിനുശേഷം വീണ്ടും നമ്മൾ അതേ ഫോണിൽ തന്നെ നമ്മൾ വീഡിയോസ് എടുക്കാം, ക്യാമറ എടുക്കാം, അങ്ങനെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും വന്നു. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവിടെ മനസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇഷ്യൂസിനെയൊക്കെ വളരെ വേഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് മാറ്റാൻ പറ്റും. കാരണം ഒരുപാട് IT പ്രൊഫഷണൽസിലൊക്കെ എൻ്റെ ക്ലാസ് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പറ്റുകഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഫ്രീ ആയി മാറും. ഉദാഹരണം പറഞ്ഞാൽ ഉറക്കമില്ലായ്മ. അപ്പോൾ ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ അതുപോലെ നേഴ്സുമാർ, അങ്ങനെ ഒരുപാട്. എനിക്കിപ്പോൾ ഔട്ട്സൈഡ് കൺട്രീസിൽ ഒരുപാട് നേഴ്സുമാർ എൻ്റെ ക്ലാസ് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കൊരു പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ പിടിച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്കൂറിൻ്റെ ഉറക്കം നമുക്ക് 4 മണിക്കൂർ ഉറങ്ങിയാൽ പോലും നമുക്ക് ശാന്തമായ ഒരു ഉറക്കം നമുക്ക് കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. എന്ന് വെച്ചാൽ നമ്മൾ ഏതവസ്ഥയിൽ നിന്നാലും ആ അവസ്ഥയെ മറികടക്കുവാനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് അവസ്ഥയും മിറാക്കിൾസ് സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് ആക്സസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനൊരു, അതായത് അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറില്ല. അസുഖങ്ങൾക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയുന്നില്ല. പക്ഷേ അത് ഹാപ്പൻസ്, സംഭവിക്കാറുണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അസുഖം മാറും എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാരണവശാലും നമുക്ക് ആക്സസ് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ രോഗങ്ങൾ വരുന്നവർക്ക് ഉണ്ടാകുന്ന മാനസിക ഒരു സമ്മർദ്ദം അത് കുറയ്ക്കാൻ സഹായിക്കും. ഈ രോഗങ്ങൾ വരുന്നത് എങ്ങനെയാണ്? മാനസിക സംഘർഷം കൊണ്ട്. അതായത് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് രോഗം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രഷർ ആയിക്കോട്ടെ, ദെൻ ഷുഗർ ആയിക്കോട്ടെ, ഇതെല്ലാം വരുന്നത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നോക്കിക്കൂ. അതായത് പ്രഷറും ഷുഗറും ഇതൊക്കെ വരുന്നവരൊക്കെ പറഞ്ഞാൽ കൂടുതലും ഡിപ്രഷനും ആങ്സൈറ്റിയും ഉള്ളവർക്കാണ് ഇത് വരുന്നത്. അല്ലാത്തവർക്ക് വരാറില്ല. അല്ലാത്ത വ്യക്തികൾക്കൊന്നും വരാറില്ല. കാരണം കൂടുതലും ടെൻഷനാണ്. നാളെ എന്താവും ഇങ്ങനെ ടെൻഷൻ വരുമ്പോഴത്തേനും നമ്മുടെ തലച്ചോറിലുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് പവർ, ഇലക്ട്രിക് എനർജികൾ അതിൻ്റെ വർക്കൗട്ട് ആകുകയും എന്നിട്ട് നമുക്ക് ഏത് പോയിൻറ്റ്സ് ആണോ വർക്കാകാതെ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പണത്തിന് വേണ്ടി ഒരു പോയിൻറ്റ്സ് നമ്മുടെ തലയിൽ തന്നെ ഉണ്ട്, ആ പോയിൻറ്റ്സ് ഡെഡ് ആയിപ്പോകും. ഓരോ സെൽസുകളും ഡെഡ് ആയി പോകുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഡെഡ് ആയി പോകും. അത് നമ്മൾ പിന്നെ ഈ സോഫ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞ് നമ്മുടെ ഈ പറയുന്ന തോട്ട്സ് ചെറിയ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും. ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആണോ? തീർച്ചയായിട്ടും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിന്ന ആളാണല്ലോ ഞാൻ അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിന്നയാളായിരുന്നു. അതുപോലെ വെച്ചാൽ അതുപോലെ പൈസ ഉണ്ടാക്കി അതുപോലെ നഷ്ടപ്പെട്ടു പോയ വ്യക്തി അവസാനം ഈവൻ എനിക്ക് ആക്സസ് പഠിക്കാൻ പോയ സമയത്ത് പൈസ പോലും ഇല്ലാതെ ഞാൻ ഒരാളോട് പൈസ വായ്പ മേടിച്ചാണ് ഞാനും എൻ്റെ വൈഫും പോയി പഠിച്ചത്. മനസ്സിലായില്ലേ? അന്ന് അവിടെ നിന്ന് ഞാൻ ആ സമയത്ത് ഞാൻ പല വ്യക്തികളും പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ പോലും കാണത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് ഞാൻ പോയായിരുന്നു. കാരണം അതുപോലെ നല്ല രീതിയിൽ പോയ ഞാൻ, അറിയാലോ ബിസിനസ് ആകുമ്പോൾ പലർക്കും കടം കൊടുത്താൽ കഴിയുമ്പോൾ പേയ്മെൻറ്റ് കിട്ടാതൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം എനിക്ക് പറ്റുമെങ്കിൽ
എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പറ്റത്തില്ല? ഇനി അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാട്ടുപുറത്തുകാരനായ ഞാൻ, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ, ഇന്ന് പല ആൾക്കാരും എൻ്റെ അടുക്ക ക്ലാസ്സിന് വരാൻ എങ്ങനെ സാധിച്ചു? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആക്സസ് കോൺഷ്യസ്. അതായത് നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ ബോധം ഉണർന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ജീവിത വിജയത്തിനായ വ്യക്തികളും സാഹചര്യങ്ങളും ഊർജ്ജങ്ങളും എല്ലാം താനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പോലും അറിയേണ്ട, അത് പ്രപഞ്ചം നമുക്ക് ചെയ്തു തരും. പ്രപഞ്ചശക്തിയെ മാത്രം നമ്മൾ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ജാതിയില്ല, വർഗമില്ല, ഒന്നുമില്ല, ഒരു വിവേചനവും ഇല്ല നമുക്കിതിനകത്ത്. അതായത് നമ്മളൊരു ചിലർ ചോദിക്കാറുണ്ട്, ഇതൊരു ഈശ്വരീയമായ തലത്തിൽ അതൊരു ഹിന്ദു മെത്തഡോളജി ആണോ, അല്ലെ ക്രിസ്ത്യൻ ആണോ, മുസ്ലിം ആണോ, അങ്ങനെയൊന്നുമില്ല. നമ്മളിത് യൂണിവേഴ്സൽ എനർജി, അത്രേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും അല്ല, നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് ആക്സസിൽ അങ്ങനെ ജാതി ഇല്ല. അത് നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമുക്ക് പഠിക്കാം.